ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ഇവരെവിടെ നിന്നെടുത്ത് നമ്മുടെ സെല്ലിൽ അടച്ചേക്ക്. പിന്നെ ഞാൻ പറയാതെ ഇവർക്ക് തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഇടയ്ക്ക് മുറിവിൽ ഉപ്പും മുളകൊക്കെ വിതറി കൊടുത്തേക്ക്. ഹീര ആജ്ഞാപിച്ചതും ഗാർഡ്സ് വന്ന് നിലത്ത് കിടന്ന് പിടയുന്നവരുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിരച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഹീര ഉള്ളിൽ അമർഷം അടക്കാനാകാതെ വെട്ടിത്തിരിഞ്ഞതും നിലത്ത് ബോധം മറിഞ്ഞു കിടക്കുന്ന നിലയെ കണ്ട് അവൾ അമർഷത്തോടെ പല്ല് കടിച്ചു. എടുത്തോട് പോടോ ഈ സാധനത്തിന്. അവളുടെ അമ്മൂമ്മയുടെ ഒരു ബോധം കെടല്. ബ്ലഡി ബീച്ച്. ഹീര ആഴണമെന്നില്ലാതെ അലറിയതും അവിടെ നിന്നവരിൽ നിന്നും ഗാർഡ്സിൽ ഒരാൾ വേഗം വന്ന് നിലയെ എടുക്കാനൊരുങ്ങി. തൊട്ടുപോകരുത്. എന്നാൽ അടുത്ത നിമിഷം അവിടെ ഭാഗം ഒഴുകിയ ശബ്ദത്തിലും ചിന്ന ചിതറിയ വയസ്സും കണ്ട് അയാൾ ഭയന്ന് പുറകോട്ട് രണ്ടടി മാറി. ഭയത്തോടെ മുഖം ഉയർത്തി നോക്കിയ അയാൾ കണ്ടത് തീപാർന്ന മിഴികളോടെ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന സായിയാണ്. അത് കണ്ട അയാൾ അല്പം ഭയന്ന് പിന്നിലോട്ട് മാറി. സായി തന്റെ തീക്ഷ്ണമായ മിഴികളോടെ തന്നെ നിലത്ത് കിടക്കുന്ന നിലയെ നോക്കി. അവൻ നിലക്കടുത്തേക്ക് ചെന്ന് അവളെ നേരത്തെ എടുത്തു കൊണ്ടുപോകാൻ വന്നവനെ ഒന്ന് രൂക്ഷമായി നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവളെ തന്റെ കൈകളിലാക്കി കോരിയെടുത്തു. ഹീര ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെയുള്ള സോഫയിൽ കാലുമേൽ കാല് കയറ്റി വെച്ചുകൊണ്ട് ഒരു റാണിയെ പോലെ ഇരുന്നു. അവൾക്ക് കുടിക്കാനായി മെയ്ഡെടുത്ത് കൊടുത്ത വീര്യം കൂടിയ വൈനിലെ റമ്മ് മിക്സ് ചെയ്ത് അതിൽ ഐസിട്ട് അവൾ ആസ്വദിച്ച് സിപ്പ് ചെയ്തു. അവളുടെ മാൻമിഴികൾ അഗ്നി പോലെ ജ്വലിച്ചു നിന്നു. അമ്പലത്തിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നതും മുഖം വീർപ്പിച്ചുകൊണ്ട് ചന്തു ലച്ചുവിന്റെ മുറിയിൽ കയറി കഥ കടിച്ചു. കാര്യം മനസ്സിലാക്കാതെ ഭാവന അവിടെ ഒതുങ്ങി നിൽക്കുന്ന സൂര്യയെ മിടിച്ചു നോക്കി. അവനാണെങ്കിൽ എനിക്കൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ മുഖത്ത് വരുത്തിയ നിഷ്കളങ്കതയുമായി നിന്നു. അമ്പലത്തിൽ നിന്നും ഇറങ്ങിയപ്പോൾ തൊട്ട് കാര്യമില്ലാത്ത കാര്യത്തിനെല്ലാം സൂര്യയോട് വഴക്കിട്ടും ദേഷ്യം പിടിച്ചുമാണ് അവൾ വരുന്നത്. സൂര്യത്തെ കോർത്തുകൊണ്ട് പതിയെ തന്റെ മുറിയിലേക്ക് കയറി ബെഡിൽ മലർന്ന് കിടന്നു. അപ്പോഴും അവന്റെ ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിരി ബാക്കി നിന്നിരുന്നു. വഴക്കാളി. അവൻ പതിയെ മുടിഞ്ഞു. എന്നാൽ ഇതേ സമയം മുറി അടച്ചതിന് ചന്തു വല്ലാതെ കിതച്ചു. അവളുടെ മുഖം വെട്ടി വീർത്തു. കുളപ്പടവിൽ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം അവളെ വല്ലാതെ ഭീതിയിലാഴ്ത്തി. ആരയാള്? എന്തിനാ അയാൾ എന്നോട് അങ്ങനെയൊക്കെ? മോൺസ്റ്റർ. തന്റെ ഭയം മറക്കാൻ വേണ്ടി സ്വയം സൂര്യക്ക് മുമ്പിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യം പിടിച്ചു തോർക്കെ അവൾക്കുള്ളിൽ മുള്ളുകുത്തും പോലെ വേദനിച്ചു. പാവം, ഞാൻ അദ്ദേഹത്തെ വെറുതെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിലും മനസ്സ് നൊന്നിട്ടുണ്ടാകും. പിന്നീട് അവളുടെ ചിന്തകളെല്ലാം സൂര്യയെക്കുറിച്ചായിരുന്നു. ചന്തു മുറിയിലേക്ക് വന്നപ്പോൾ കാണുന്നത് ഏതോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് കട്ടിലിൽ ചാരിയിരിക്കുന്ന സൂര്യയാണ്. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നതും മുറിയിൽ ആരുടെയോ നിലനിൽക്കം മറിഞ്ഞ് സൂര്യ മുഖമുയർത്തി. തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ചന്തുവിനെ കണ്ട് അവൻ സൗമ്യമായെന്ന് പുഞ്ചിരിച്ചു. എന്താടോ, താൻ എന്തിനാ എങ്ങനെ നിന്ന് ശ്വാസം മുട്ടുന്നത്? സൂര്യ പതിയെ അവളോട് ചോദിച്ചു. എനിക്ക് ബോറടിക്കുന്നു. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാ? താനൊരു കാര്യം ചെയ്യും, അപ്പുറത്ത് ലച്ച് കാണും, അവളുടെ അടുത്തേക്ക് ചെല്ല്. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. പറ്റില്ല. അവളുടെ എടുത്തടിച്ച പോലുള്ള സംസാരം കേട്ട് സൂര്യ കണ്ണും പിടിച്ച് അവളെ നോക്കി. എന്തോ അവൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം താനൊരു കുറുമ്പിയായി മാറുന്നെന്ന സത്യം ചെറിയ ചമ്മലോടെ അവൾ മനസ്സിലാക്കി. ഞാനിപ്പോൾ എന്താ വേണ്ടേ? അവളുടെ നോട്ടം കണ്ട് സൂര്യ ദയനീയമായി ചോദിച്ചു. എൻ്റെ കൂടെ കളിക്കാൻ വരണം. അവളുടെ പറച്ചിൽ കേട്ട് അവൻ്റെ കിളി പോയി. എടോ, താൻ പറയുന്നൊന്നും സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ സൂര്യേട്ടാ, എനിക്കെന്തോ മനസ്സൊക്കെ വല്ലാതെ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് മുറ്റത്ത് പോയി സാറ്റ് കളിക്കാം. അവൾ അല്പം കൊഞ്ചിക്കൊണ്ടാണത് പറഞ്ഞത്. അവളുടെ മുഖം കണ്ട് സൂര്യക്ക് ശരിക്കും ചിരി വന്നു. തന്നെ കളിയാക്കി ചിരിക്കുന്നവനെ കണ്ട് ചന്തുവിന് ദേഷ്യം വന്നു. അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് താടി രോമങ്ങൾ നിറഞ്ഞ കവളിലൂടെ അമർത്തി കടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ സൂര്യ തരിപ്പോടെ തറഞ്ഞിരുന്നു പോയി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവൻ്റെ കൈകളാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. സോറി. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ പെട്ടെന്ന് അവൾ പറഞ്ഞതും സൂര്യ അവളെ തന്നെ കൗതുകത്തോടെ നോക്കി. ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞ നിമിഷം ചന്തു നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊടുത്തി. ആദ്യമായി അറിയുന്ന അനുഭവത്തിൽ സൂര്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മരവെച്ച പോലിരുന്നു. അവനാകെ വെപ്പളമായി. അവളുടെ ചുണ്ടവൻ്റെ നെഞ്ചിലുരസി. പെട്ടെന്ന് അവൻ അവളെ തന്നെ നടത്തി മാറ്റിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. താനിവിടെ ഇരിക്ക്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങനെയൊക്കെയോ അവളോട് അങ്ങനെ പറഞ്ഞിട്ട് അവൻ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. അത് കണ്ട് ചന്തു ഉറക്കെ ചിരിച്ചു. പിന്നീട് അവളുടെ മുഖത്ത് വല്ലാത്ത നാണം നിറഞ്ഞു. അയ്യേ, ഞാൻ എന്തപ്പോൾ ചെയ്തേ? ഭാവം, പേടിച്ച് പോയെന്ന് തോന്നുന്നു. ആദ്യം ചമ്മലോടെയും പിന്നെ കുറുമ്പോടെയും അവള് പറഞ്ഞു. സൂര്യക്കാകെ പരവേശം തോന്നി. തൻ്റെ നെഞ്ചിൽ ചേർന്ന പെണ്ണിനെ ഓർത്തപ്പോൾ അറിയാതൊരു തണുപ്പ് അവൻ്റെ നെഞ്ചിലും നിറഞ്ഞു. തൻ്റെ പെണ്ണ് എന്നവൻ പ്രണയത്തോടെ മനസ്സിൽ മൊഴിഞ്ഞു. ആ നിമിഷം അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു ആരെയും മയക്കുന്നൊരു കള്ളച്ചിരി. സായി നിലയെ ബെഡിൽ കിടത്തി അവളുടെ കുഞ്ഞു മുഖത്തേക്ക് അവൻ പ്രണയത്തോടെ നോക്കി. ഇങ്ങനെ ബോധം കിടാൻ തുടങ്ങിയാലേ എൻ്റെ മോള് കുറെ സങ്കടപ്പെടുമല്ലോ. കുറുമ്പോടവൻ അവളോട് പറഞ്ഞു. ഇതൊന്നും അറിയാതെ മയങ്ങിക്കിടക്കുന്നവളുടെ നെറ്റിയിൽ അവൻ അമർത്തി ചുംബിച്ചു. ഹീരയ്ക്ക് മനസ്സാകെ അസ്വസ്ഥമായി. അവളുടെ മനസ്സിലേക്ക് അവളുടെ കുഞ്ഞു പെങ്ങളുടെ മുഖം നിറഞ്ഞു വന്നു. ആ മുഖം അവൾ വല്ലാതെ അസ്വസ്ഥമാക്കി.
ഇതേ സമയം ആ കുഞ്ഞിപ്പെണ്ണുള്ളിൽ ഒരു ജീവൻ പിറവിയെടുത്ത് പോലും അറിയാതെ ജിത്തുവിന്റെ കയ്യിൽ കിടന്ന് പിടിഞ്ഞു. ഉറക്ക ഗുളിക കഴിച്ച് തൊട്ടടുത്ത മുറിയിൽ ബോധം കെട്ടുറങ്ങുന്ന സീത ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഡേയ്, ജിത്തുവിന്റെ വിളിയിൽ അവൾ ഭീതിയോടെ അവനെ നോക്കി. നീ ഇന്ന് പെട്ടെന്ന് തളർന്നല്ലോ, ശവം പോലെ കിടക്കുക നോയിന്റെ മോള്. അവൻ അമർഷത്തോടെ മുരണ്ടു. നീ ഒന്നും ചെയ്യല്ലേ, എനിക്ക് തീരെ വയ്യ, പ്ലീസ്. അത്രയും ദയനീയമായി അവൾ പറഞ്ഞതും അവൻ അവൾ അമർത്തിയൊന്ന് നോക്കി മൂളിക്കൊണ്ട് അവൾ ഈ നകന്നു മാറി ഒരു ബീഡി എടുത്ത് ചുണ്ടോട് ചേർത്തു. നിനക്ക് നാളെയല്ലേ സ്കൂൾ ഫെസ്റ്റിവല്? അവൾ പേടിയോടെ മൂളി. ഞാൻ പുറത്തെ ടേബിളിൽ ഒരു കവർ വെച്ചിട്ടുണ്ട്, അതിൽ നിനക്ക് നാളെ ഇടാനുള്ള ഉടുപ്പുണ്ട്. പിന്നെ കൂടുതൽ അങ്ങോട്ട് തുള്ളിച്ചാടിയൊന്നും പോണ്ട, പ്രത്യേകിച്ച് ആമ്പിളാരുടെ കൂടെ. വലിയ അധികാരത്തോടെ അവൻ പറഞ്ഞു. ആ കുഞ്ഞിപ്പെണ്ണ അവന് മുമ്പിൽ പേടിയോടെ മുഖം പോയിത്തിരുന്നു. നാളെ ഞാൻ സ്കൂളിൻ്റെ അടുത്ത് വരും, അപ്പൊ കണ്ടോളാം. എന്നാ പിന്നെ ഞാൻ പോയേക്കുവാ. നിലത്തി കിടന്ന കാവിക്കൈലി എടുത്ത് ഇടുപ്പിൽ ചുറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. അമ്മ. പേടിയോടെ അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു കാട്ടി. ചാവാ ഞാൻ വിഷമൊന്നും കലക്കി കൊടുത്തിട്ടില്ല, 2 ഉറക്ക ഗുളികയല്ലേ, നാളെ എഴുന്നേറ്റോളും. അത് കേട്ടപ്പോഴാണ് അവൾക്ക് അല്പം ആശ്വാസം തോന്നിയത്. കയ്യിൽ കിട്ടിയ ബെഡ്ഷീറ്റ് വാരി പുതച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. കരഞ്ഞ് നീര് വെച്ച് അവളുടെ മുഖവും പൊട്ടിയ ചുണ്ടുമെല്ലാം അവനിൽ വീണ്ടും ലഹരി പടർത്തി. വീണ്ടും അവൾക്കടുത്തേക്ക് അവൻ പായാൻ ഒരുങ്ങിയതും അവൾ പേടിയോടെ അവനെ നോക്കി കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു. നാശം കേടുന്ന് മോങ്ങാതടി, ഞാൻ പോവാം പൊന്ന മോള്. വായിൽ വന്നൊരു മുഴുത്ത തെറിയും വിളിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. അപ്പോഴും അവൾ തന്റെ നിസ്സഹായാവസ്ഥയോർത്ത് വീങ്ങിക്കരഞ്ഞു. ഭയം കൊണ്ട് ശ്വാസം വിടാൻ പോലും ചന്തു മറന്നുപോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. പിൻകഴുത്തിൽ നേരത്തൊരു ചുംബനം കിട്ടിയതും സ്വബോധം വന്നതുപോലെ അവൾ ശക്തമായെന്ന് കുതിറി. ഐ ലൈക്ക് ഇറ്റ്. അവളുടെ കാതിൽ അവന്റെ സ്വരം പതിഞ്ഞു. അവൾ വല്ലാതെ വീർത്തു. താനാരാ? അവൾ വിറയലോട് ചോദിച്ചതും അവൻ അവളെ പിടിയയച്ചു. ഡി ചന്തു. തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങിയ ചന്തുവിനെ ലച്ചു വിളിച്ചു. വിളറി വെളുത്ത് വീർത്തൊഴുകിയ ചന്തുവിനെ കണ്ട് ലച്ചു കണ്ണു വിളിച്ചു. ചന്തു പേടിയോടെ വേഗം തിരിഞ്ഞു നോക്കി. അവിടെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ലച്ചു തിരികെ വന്ന് ചന്തുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഞെട്ടിലൂടെ ചന്തു ലച്ചുവിനെ നോക്കി കണ്ണു മിഴിക്കാതെ വേഗം പാടി, ബസ് ഇപ്പൊ വരും. പറയിലും വേഗം നടന്നിരുന്നു അവള്. ചന്തു എപ്പോഴും പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവളുടെ മനസ്സാകെ അസ്വസ്ഥമായി. സൂര്യയും ദേവനും കൂടി അമ്പലത്തിലേക്ക് നടന്നു. സൂര്യയുടെ മുഖത്ത് പതിവ് പുഞ്ചിരിയും ശാന്തതയും നിലനിന്നിരുന്നു. ഡേ, നിന്റെ കെട്ടിയോളെന്ത് പറയുന്നു? ദേവൻ അല്പം കുസൃതിയോടെ ചോദിച്ചു. അവള് ചെറിയ കുട്ടിയല്ലേ, ഭയങ്കര വികൃതിയാ, ഓരോ കുരുത്തക്കേടുകൾ കാണും. ഇന്ന് രാവിലെ കോളേജിൽ പോകാൻ മടിച്ച് കാണിച്ച കുട്ടിയതൊക്കെ നീ ഒന്ന് കാണണമായിരുന്നു. ഒന്നും അങ്ങോട്ട് മിണ്ടാൻ പറ്റില്ല. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ വാളെടുക്കുമ്പോണ്ട്. വാത്സല്യത്തോടെ സൂര്യ പറഞ്ഞതും ദേവ അവനെ കണ്ണും പിടിച്ചു നോക്കി. ഡാ, കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായില്ല, അതിനു മുമ്പ് അവളുടെ സാരിത്തും പായോടാ നീ. പിന്നെ അവൻ്റെ ഒരു കൊച്ചുകുട്ടി, എങ്കിൽ പിന്നെ ഒക്കെ തെറ്റി പാല് കൊടുക്ക്. ദേ സൂര്യ, ഞാനൊരു വാക്ക് പറയുക, നിന്റെ ഈ പാവത്തിലൊക്കെ മാറ്റിവെച്ച് അവളെ ഇച്ചിരി പേടിപ്പിച്ചൊക്കെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ അവസാനം അത് നിനക്ക് പണിയാവുകയെ. ദേവൻ അവനെ ഉപദേശിക്കും പോലെ പറഞ്ഞതും സൂര്യ അതിനൊന്ന് നിഷ്കളങ്കമായി ചിരിച്ചു കൊടുത്തു. ഈവൻ നന്നാവില്ല, ദേവ അമർഷത്തോടെ പറഞ്ഞു. ഛർദിച്ച അവശയായ കല്ല് ഇറിയത്തെ തിണ്ടിൽ പടിഞ്ഞിരുന്നു. ജിത്തു കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. എന്താടി, തീരെ വയ്യേ? അവന്റെ ശബ്ദം അല്പം മയത്തിലായിരുന്നു. അതവളിൽ കുറച്ച് ആശ്വാസം നിറച്ചു. സാധാരണ അവന്റെ കാര്യങ്ങൾക്ക് മുടക്കം വരുത്തിയ കൊല്ലാതെ കൊല്ലും ആ പിശാചി. നീ പോയി ഉടുപ്പ് മാറ്റ്, നമുക്ക് ആശുപത്രി ഒന്ന് പോയേക്കാം. ജിത്തു അവളെ നിർബന്ധിച്ചു. എതിർക്കാനുള്ള ശക്തി ആ കുഞ്ഞിപ്പെണ്ണില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവനനുസരിച്ചു. ഹോസ്പിറ്റൽ ബെഡിൽ ട്രിപ്പിട്ട് കിടത്തിയ കല്ലൂനെ ജിത്തു അന്ന് ആദ്യമായി കാമത്തോടെയല്ലാതെ പ്രണയത്തോടെ നോക്കി. 29കാരന് 14 വയസ്സുകാരിയോടുള്ള പ്രണയം. സ്വയം ഒന്ന് ഓർത്തതും അവന്റെ ചൊടികൾ വിരിഞ്ഞു. ഹീര, എപ്പോഴോ മനസ്സിൽ കയറി കൂടിയ പൂച്ചപ്പെണ്ണ്. എണ്ണ തേച്ച് മെടഞ്ഞു കിട്ടിയ കോലൻ മുടിയും ഗോതമ്പിന്റെ നിറവുമുള്ള സുന്ദരി. കള്ളും കഞ്ചാവും പെണ്ണുമായി നടന്ന തന്റെ മനസ്സിൽ ആദ്യമായി ഇടം നേടിയവൾ. സ്വന്തമാക്കാനായി നല്ലവന്റെ കുപ്പായം എടുത്തണിഞ്ഞു. പെണ്ണ് ചോദിച്ച് ചെന്ന തന്നെ ഭയത്തോടെയാണ് അവൾ നോക്കിയത്. ഒടുവിൽ കല്യാണം ഉറപ്പിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ അവളുടെ അടുത്തായി നിന്നൊരു കുഞ്ഞു പെണ്ണ് തനിക്ക് ടാറ്റ തരുന്നുണ്ടായിരുന്നു. പിന്നീട് ആ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ഒരു പതിവായി. വീട്ടു സാധനങ്ങൾ വാങ്ങിയും കറണ്ട് ബില്ലടിച്ചും പുതിയ TV വാങ്ങിച്ചു കൊടുത്തും അവൻ സീതയുടെ മനസ്സിൽ സ്നേഹസമ്പന്നനായ ഒരുവനായി മാറി. ഒരിക്കൽ അല്പം കഞ്ചാവ് ഉപയോഗിച്ചപ്പോൾ തൻ്റെ പെണ്ണൊന്ന് കാണാൻ കൊതി തോന്നി. അവളുടെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച അവൻ്റെ ഓർമ്മ ആ ദിവസങ്ങളിലേക്ക് പോയി. തിരിഞ്ഞെന്ന് ഡ്രസ്സ് മാറുവാണ് ഹീര. അവിടെ ഉടലഴകി അവനെ വല്ലാതെ കൊതിപ്പിച്ചു. പിന്നിൽ നിന്നും കടന്നു പിടിച്ചപ്പോൾ ഉറക്കെ കരയാനൊരുങ്ങിയ പെണ്ണിന്റെ വാ ഒരു കൈകൊണ്ട് മൂടി. കയ്യിൽ കിടന്ന് കുതിറിയവളെ അവൻ വന്യമായി നോക്കി. എന്നാൽ പെട്ടെന്നാണ് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് കല്ല് ഓടി വന്നത്. അപ്പോഴേക്കും ഹീര അവൻ ആഞ്ഞു തള്ളിയിരുന്നു.
ദേഷ്യം മൂത്ത ജിത്തു ഹീരയെ ചവിട്ടി താഴെയിട്ട് അവൾ അവനെ കൈവീശി തന്റെ കരി തീരും വരെ അടിച്ചു. തന്റെ ചേച്ചിയെ കൊല്ലുന്നു ഭയന്ന് കല്ലവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് കരഞ്ഞു. ജിത്തു ദേഷ്യത്തോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചേച്ചി, കല്ലു ഹീരയെ പതിയെ വിളിച്ചു. ഹീര പൊട്ടിക്കരഞ്ഞുകൊണ്ട് കല്ലുവിന്റെ കുഞ്ഞുമാറിലേക്ക് വീണു. കരയാതെ ചേട്ടി, അമ്മ വരട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. കല്ലവൾ ആശ്വസിപ്പിച്ചു. വൈകിട്ട് പണി കഴിഞ്ഞ് സീത വരുന്നതും കാത്ത് ഇരുവരും മുമ്മറത്തിരുന്നു. അമ്മയോട് പരാതി പറയാൻ കാത്തിരുന്ന മകൾക്ക് മുമ്പിൽ ഭദ്രകാളിയെ പോലെയാണ് സീത വന്നത്. കേറി വന്നതും ഹീരയുടെ മുഖം അടച്ചൊന്ന് കൊടുത്തു സീത. കല്ലുവാകെ വെറുങ്കലിച്ചു പോയി. ഏതവനോടാടി എരണം കെട്ടവളെ നിനക്ക് പ്രേമം? ഞാനെല്ലാം അറിഞ്ഞടി. പാവം ജിത്തു, അവനെ പോലെ ഒരു ചെക്കനെ കിട്ടിയത് എന്റെ പ്രാർത്ഥന കൊണ്ടാടി. ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ കൊല്ലുന്നില്ല ഞാൻ. നിന്റെ അഴിഞ്ഞാട്ടൊക്കെ അറിഞ്ഞിട്ടും ജിത്തു പറഞ്ഞ് നിന്നെ സ്വീകരിക്കാൻ അവന് സമ്മതാണെന്നാ. അതുകൊണ്ട് അടങ്ങി നിന്നോണം. സീതയുടെ വാക്കുകൾ കേട്ട് ഹീരാകെ തളർന്നു. അമ്മ അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്, അയാൾ ഇന്ന് എന്നെ. ഹീര നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതും സീത അവളെ ചവിട്ടി നിലത്തേക്കിട്ടു. പൊന്ന പുന്നാര മോളെ, നിന്റെ കഴപ്പ് തീർക്കാൻ വേണ്ടി എന്റെ ചെക്കനെ കുറിച്ച് തോന്നിയാസം പറയുന്നോടി. സീതയുടെ രീതികൾ ഹീരയേക്കാൾ ഏറെ ഭീതിയോടെ പതിഞ്ഞത് കുഞ്ഞു കല്ലുവിലായിരുന്നു. ഒടുവിൽ ഹീരയാകെ മൗനമായി. കല്യാണ ദിവസം അടുത്തു വന്നു. പക്ഷെ കല്യാണ നാളിൽ കല്യാണ പെണ്ണിനെ വിളിച്ചുണർത്താൻ വന്ന സീത കണ്ടത് ഹീരയുടെ ഒഴിഞ്ഞ മുറിയായിരുന്നു. അതോടെ അവൾ അറിഞ്ഞു പ്രാഗി. കണ്ടവന്റെ കൂടെ ഒളിച്ചോടിപ്പോയ മകളെ സീത തന്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി.